നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും മറ്റു മുതിർന്ന പൗരന്മാർക്കും വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് പുതിയ ട്രഷറികൾ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. അതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച വനിതാ കാർഷിക നഴ്സറികൾക്കുള്ള ആനുകൂല്യം വിതരണം ചെയ്തു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. വാർത്തകൾ വിശദമായി. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും മറ്റു മുതിർന്ന പൗരന്മാർക്കും വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടും ഒന്നാം നിലയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് പുതിയ ട്രഷറിയിൽ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ചാലക്കുടി സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വികസന തുടർച്ചയുള്ളതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണതയോടെ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകുന്നുണ്ടെന്നും ജനപങ്കാളിത്തമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ I ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP ജെയിംസ്, MS സുനിത, NS മായ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, നഗരസഭാ കൌൺസിലർ നിത പോൾ, ട്രഷറി ഡയറക്ടർ V സാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാടിന്റെ സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അങ്ങനെയുള്ള ട്രഷറികളുടെ സൗകര്യം കേരളത്തിലാകെ ആധുനികവൽക്കരിക്കണമെന്നും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കണമെന്നും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടിയിലും പുതിയ ട്രഷറി ഇപ്പോൾ നിർമ്മിക്കാനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. 22 ട്രഷറികളാണ് ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ സബ് ട്രഷറികൾ പൂർത്തീകരിക്കുന്നത്, അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അതുകൂടാതെ മറ്റു ചില ട്രഷറികളുടെ നവീകരണമുണ്ട്. തൊട്ടു മുമ്പ് ഉള്ള 4 വർഷക്കാലം മുൻപ് ഗവൺമെന്റ് തന്നെ തുടങ്ങി വെച്ചതാണ്, തുടർച്ചയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്ക് തുടർന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്നു. ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടായതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, ആ തുടർച്ച നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ബാങ്ക് പോലെ തന്നെ ATM കാർഡ് ഇല്ലാന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യമുണ്ട്. നിങ്ങൾ പണം എടുക്കുമ്പോഴും പണം വരുമ്പോഴും ഒക്കെ മെസ്സേജ് വരും, മൊബൈലിൽ മെസ്സേജ് വരുമല്ലോ. വേണമെങ്കിൽ ഇതുവഴി തന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാം. എന്നാലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൂട്ടുകാരെ എല്ലാം കാണാനായിട്ട് ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് ട്രഷറി. അപ്പൊ അവിടെ വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചാലക്കുടി ടൗണിൽ ഇറങ്ങി ഒരു മസാല ദോശയൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ച് ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ട്രഷറി എന്നുള്ള ഗൗരവത്തിൽ തന്നെയാണ്. ട്രഷറിയിലെ സൗകര്യങ്ങളിൽ അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലം വേണം, അത്യാവശ്യം വാഷ്റൂം സൗകര്യം വേണം, കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടാണ്. ഇത് എല്ലാ സ്ഥലത്തും കൃത്യമായൊരു നിർദ്ദേശം ഗവൺമെന്റ് തന്നെ ട്രഷറി ഡയറക്ടർക്കും ഓഫീഷ്യൽസിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രഷറി നല്ല സൗകര്യമായിരിക്കണം. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ട്രഷറിയില് മുകളിൽ സ്റ്റോർ, മുകളിൽ കോൺഫറൻസ് മുറി ഉൾപ്പെടെ കാണാനുള്ള സാധ്യതയാണുള്ളത്. അല്ലാത്ത ഡിസൈൻ അങ്ങനെയാണ്.
നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബ് ട്രഷറി വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് അതിശോചനീയമായ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കാലമായി അതിൻ്റെ സ്ലാബുകളൊക്കെ ഇളകി പൊട്ടി ഒക്കെ നമ്മുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത സ്ഥിതി. അതോടൊപ്പം തന്നെ വരുന്ന ആളുകളൊക്കെ മഴയത്തും വെയിലത്തും ഒക്കെ നിൽക്കേണ്ടി വരികയും ചോർന്നിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സബ് ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ വിഷയം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് ട്രഷറിയുടെ പുതിയ ഒരു കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച വനിതാ കാർഷിക നഴ്സറികൾക്കുള്ള ആനുകൂല്യ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷയായി. നോഡൽ ഓഫീസർ ജലീറ്റ എൽസ ജേക്കബ്, ചെയർമാൻ രതീഷ് സവക്കുഴിപ്പാറ, ഉന്നതിയിലെ ഊരുമൂപ്പൻ ഗോപി, വെറ്റിലപ്പാറ കൃഷി ഓഫീസർ അശ്വതി ജി പ്രസാദ് എന്നിവർ സംസാരിച്ചു. അടിച്ചിൽത്തൊടി, തവളക്കുഴിപ്പാറ ഉന്നതികളിലായി രൂപീകരിച്ച കാർഷിക നഴ്സറികളിലെ 72 അംഗങ്ങൾക്കായി 9.16 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. 2020 ആരംഭിച്ച പദ്ധതിയിൽ 2024-2025 കാലഘട്ടത്തിൽ 67,000 പരം തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ഉൽപ്പാദിപ്പിച്ച തൈകൾ പദ്ധതി പ്രദേശങ്ങളിലെ കർഷകർക്ക് വിതരണവും ചെയ്തിരുന്നു. കാപ്പി, കുരുമുളക്, കവുങ്ങ്, കൊക്കോ തൈകളാണ് ഉൽപ്പാദിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രൈബൽ വാലി പദ്ധതി നമ്മളൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ അതിരപ്പള്ളിയിൽ നടപ്പിലാക്കിയത്. നമ്മുടെ ആദിവാസി ഉന്നതികളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ആ കൃഷിയിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാനുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഈ പദ്ധതി അതിൻ്റെ ഒരു 1-ാം ഘട്ടം നടപ്പിലാക്കി. അപ്പോൾ അത് നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നുള്ളൊരു ലാഭവും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് FFC ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം അതിൻ്റെ റിസൾട്ട് നമ്മുടെ കണക്കുകളിൽ ഒക്കെ വലിയ രീതിയിൽ ഇതിൻ്റെ ഇത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉന്നതികൾ ചെല്ലുമ്പോൾ ഈ തൈകളൊന്നും കാണുന്നൊരു സ്ഥിതി നമുക്ക് കാണുന്നില്ല. പലപ്പോഴും വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. എന്താണെങ്കിൽ കേരള വിഷൻ പരിയാരം ഓഫീസ് ഉദ്ഘാടനവും കേരള വിഷൻ സമ്മാനോത്സവ കൂപ്പൺ നറുക്കെടുപ്പിൽ അർഹരായവർക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ലോനപ്പൻ മുഖ്യാതിഥിയായി. ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചെയർമാൻ ആൻഡോ വി മാത്യു, MD K മോഹനൻ, ഡയറക്ടർമാരായ R മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, NP മുരളി, മറ്റ് ഡയറക്ടർമാർ, കേരള വിഷൻ ഓപ്പറേറ്റർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വരുന്നു. ചെറിയ രീതിയിലാണ് ഇത് ആരംഭിച്ചെങ്കിലും ഇത് വലിയ രീതിയിൽ ഇത് വളർന്നു വന്നു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കുമാരി ബാലൻ, നായനൂർ റിച്ചു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KA ശ്രീലത, വാർഡ് അംഗങ്ങളായ റൈമോൾ ജോസ്, ജിസി പോൾ, ലിജോ ജോസ്, വർഗീസ് പയ്യപ്പള്ളി, വർഗീസ് തച്ചുപറമ്പിൽ, ജെയ്നി ജോഷി, ചാക്കപ്പൻ പോൾ എന്നിവർ സംസാരിച്ചു. 6,15,000 രൂപ പദ്ധതിയിൽ വകയിരുത്തി 3 പേർക്ക് മോട്ടോർ സൈഡ് വീൽ ചെയറും ഒരാൾക്ക് കൃത്രിമ കാലുമാണ് വിതരണം ചെയ്തത്. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് സ്ഥലം വാങ്ങിയതിൽ ബാധ്യത തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാൻ നഗരസഭ കൌൺസിൽ തീരുമാനിച്ചു. ഭരണസമിതിയുടെ അനാസ്ഥ ആരോപിച്ച് പ്രതിപക്ഷ ബഹളം മൂലം സഭാ നടപടികൾ പലപ്പോഴായി തടസ്സപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തിനിടെ അജണ്ട വായിച്ചു പാസാക്കുകയായിരുന്നു. നഗരസഭയിലെ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം മുടങ്ങിപ്പോയ വിധവാ പെൻഷൻ തനത് ഫണ്ടിൽ നിന്നും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ചെയർമാൻ പെൻഷൻ മുടങ്ങിയ കാര്യം തന്നെ മറന്ന മട്ടിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ അനുമതി ലഭിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും തനത് ഫണ്ടിൽ നിന്ന് പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തു നിന്നും VG സദാനന്ദൻ, VJ ജോജി, KS സുനു, ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, ലില്ലി ജോസ്, TD എലിസബത്ത് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഭൂമി ഏറ്റെടുത്തതിൽ കോടതി വിധി പ്രകാരം സ്ഥലമുടമകൾക്ക് നൽകാനുണ്ടായിരുന്ന തുക 35 ലക്ഷം രൂപ വീതം മാസഗഡുകളായി നഗരസഭ അടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിൽ 20 ലക്ഷം രൂപ വീതമുള്ള ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം നൽകണമെന്നും പലിശ പിഴ എന്നിവ ഒഴിവാക്കണമെന്നും കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചെയർമാൻ ഷിബു ആലപ്പൻ അധ്യക്ഷനായി. അങ്കമാലിയിലെ MP വീരേന്ദ്രകുമാർ കൾച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. RJD ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ചെങ്ങമനാട് അധ്യക്ഷനായിരുന്നു. പഠനോപകരണ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ നിർവഹിച്ചു. മാത്യൂസ് കോലഞ്ചേരി, മാർട്ടിൻ B മുണ്ടാടൻ, ജെയ്സൺ പാനിക്കുളങ്ങര, മുൻ നഗരസഭാ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി തുടങ്ങിയവർ പങ്കെടുത്തു. സവിശേഷ വ്യക്തിത്വമുള്ള കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ശ്രീ സഖാവ് വീരേന്ദ്രകുമാർ. ഞങ്ങളൊക്കെ വളരെ താല്പര്യത്തോടുകൂടി ബഹുമാന പുരസ്സരവുമായി കണ്ടിരുന്ന വ്യക്തി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കുറവാണ്. വെറുതെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അതിനപ്പുറമായി ബൗദ്ധികമായ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ നമ്മൾ നോക്കും. അതിൽ നിങ്ങളുടെ തികച്ചും ഒരു അവകാശം തന്നെയാണ്. ദേശീയമാനത്തെ ഇന്നലെയാണ് പരിപാടി വെച്ചത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചത് എന്നോട് പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് പുറത്തും പറ്റിയതെന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഈ പ്രതിഭാവനം SLC +2 ഒക്കെ ഫുൾ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾ ഏകദേശം 80 വിദ്യാർത്ഥികൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമെന്നും കോടതി പറഞ്ഞു. പയ്യന്നൂർ സ്വദേശി അഭിജിത്താണ് മുഖ്യമന്ത്രിക്ക് ഭീഷണി സന്ദേശം അയച്ചത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റുകൾ സമൂഹത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു. പൗരന്മാരെ മാത്രമല്ല ഭരണഘടനാപരമായ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും അപകീർത്തിപ്പെടുത്തുകയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അധികാരികളുടെ ഓഫീസിലേക്ക് അനാവശ്യമായ ഭീഷണി സന്ദേശങ്ങൾ അയച്ചും ഇവർ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. പ്രമുഖരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും ഭീഷണി സന്ദേശങ്ങളും അയക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു.
ചാലക്കുടി മാർക്കർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കലിനെ തുടർന്ന് രൂപപ്പെട്ട കുഴികൾ മൂലം കടകളിലേക്ക് കയറാൻ സാധിക്കാതെയും കുഴികളിൽ ചാടി വാഹനങ്ങൾ മറിഞ്ഞും അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MD ഡേവിസ് അധ്യക്ഷനായി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, റൈസൻ ആലുക്ക, ആന്റോ എരിഞ്ചേരി, ആന്റോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, PV ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി ഈ മാർക്കറ്റിനെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ ഇവിടുത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഹൈവേ നിന്ന് വഴിയിലൂടെ നമുക്കിപ്പോൾ പോകാൻ പറ്റാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മേലൂർ വഴിയാണ് ആൾക്കാർ എറണാകുളം പോണേ. ഇപ്പം എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്നലെ രാത്രി ഒരു 7:15 ഇവിടേക്ക് ലോഡ് ഇറക്കാൻ എന്നൊരു വാഹനം ഇവിടെ മറിഞ്ഞു. ഇവിടെ വന്നു കഴിയുമ്പോൾ 5000 കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ആ ലോറി ഇവിടുന്ന് മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഇത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ഉദ്യോഗസ്ഥർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇത് കുഴി ആക്കി കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ റോസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൂടി പഴയ പോലെ ടാറിങ് ചെയ്യുന്നു പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇന്ന് മഴ പെയ്തു. ഇന്ന് ഒരുപാട് പേർക്ക് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഭരണാധികാരികൾ എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. എവിടെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ? ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികളെയും തൊഴിലാളികളെയും ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഭരണാധികാരികളൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുക. ഇവരുടെ ഏറ്റവും താല്പര്യം പൊളിക്കാനാണ്. പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ വൻ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. നിലവിൽ രാജ്യത്ത് 2710 പേർ കോവിഡ് ബാധിതരാണെന്നും സജീവ കേസുകളിൽ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനം തിരിച്ചുള്ള കോവിഡ് റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയും ഡൽഹിയുമാണ് തൊട്ടുപിന്നിൽ. 1147 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 424 പേർക്കും ഡൽഹിയിൽ 294 പേർക്കും ഗുജറാത്തിൽ 223 പേർക്കും തമിഴ്നാട്ടിലും കർണാടകയിലും 148 പേർക്കും പശ്ചിമ ബംഗാളിൽ 116 പേർക്കും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 ജനുവരി മുതലുള്ള കണക്കുകൾക്ക് പ്രകാരം രാജ്യത്ത് 22 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 7 പേരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ 5 പേരും ഡൽഹിയിൽ 2 പേരും കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർധനവ് മൂലം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി കൃഷി ഇതിന് തുടക്കമായി. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NO കുര്യച്ചൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ NS നീതു പദ്ധതി വിശദീകരിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്ത പച്ചക്കറി തൈകൾ കർഷകരെ പ്രതിനിധീകരിച്ച് ജിനു പുതുശ്ശേരി ഏറ്റുവാങ്ങി. കൃഷി അസിസ്റ്റന്റ് KO ഷീബ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്ത് മൂക്കന്നൂർ പഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി യജ്ഞത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ. അത് അങ്കമാലി അഗ്രോ സർവീസ് സെൻ്ററിൽ നിന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ പ്രസിഡന്റാണ് നമ്മുടെ ഇവിടെ എത്താമെന്ന് പറയുന്നത്. പക്ഷേ പ്രസിഡന്റിന് പനി ആയതുകൊണ്ട് ആൾക്ക് എത്താൻ സാധിച്ചില്ല. പകരം ആ കുറവെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉദിച്ച മെമ്പറും നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ മഴയെല്ലാം അവഗണിച്ച് ഈ തൈ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തിയിട്ടുണ്ട്. അതിനേക്കാളും ഉപരി കാർഷിക വികസന സമിതി അംഗങ്ങൾ
അവർ എപ്പോഴും എല്ലാത്തിലും കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കും എപ്പോഴും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവർ റെപ്രസെൻ്റ് ചെയ്ത് കാർഷിക വികസന സമിതി അംഗങ്ങളും എത്തിയിട്ടുണ്ട്. കാർഷിക വികസന സമഗ്ര പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആ യജ്ഞമാണ് ഇവിടെ തുടങ്ങുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇന്ന് അതിൻ്റെ ആദ്യഘട്ടമാണ്. പച്ചക്കറി തൈകളെല്ലാം വന്നിട്ടുണ്ട്. സമഗ്ര പച്ചക്കറി ഈ യജ്ഞത്തിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള ഈ യജ്ഞത്തിലേക്ക് മുൻകൈയെടുത്ത് എല്ലാവരും താല്പര്യത്തോടു കൂടിയാണ് ഈ മഴയെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സർക്കാർ ഇതുപോലെയുള്ള പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്യുന്നു. കാരണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ വികസിപ്പിക്കുക എന്നുള്ള താല്പര്യത്തോടെയാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തുടക്കം എന്ന രീതിയിലാണ് ഈ തൈകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൃഷിയെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചെടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നിങ്ങൾ ഓരോരുത്തരും നല്ല കഠിനമായി ശ്രമിക്കണം. മണ്ണിൽ അധ്വാനിക്കുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരും എന്നും എനിക്കറിയാം. നമ്മൾ പച്ചക്കറികൾ സാധാരണ കടകളിൽ നിന്നും മേടിക്കാതെ വിഷരഹിതമായിട്ട് നമ്മൾ വീടുകളിൽ തന്നെ ഉത്പാദിപ്പിക്കുക. ഞാൻ തന്നെ ഇവിടുന്ന് പല പല പച്ചക്കറി തൈകൾ കൊണ്ടുപോയിട്ട് ഞാൻ സാധാരണ പച്ചക്കറി മേടിക്കുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ് പതിവ്. സാറങ്ങൾ കയറുക. അപ്പോൾ ഇത് എല്ലാവരും പ്രോത്സാഹനം കൊടുത്ത് അവനവൻ്റെ വീട്ടിൽ അവനവന് വേണ്ടതായ പച്ചക്കറികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെയും പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറികൾ വരും, ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്യും. എല്ലാവരും കരുതിയിട്ട് രസീത് കൊണ്ടുവന്ന് അത് മേടിക്കും. വികസന യജ്ഞം അത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണം. നമുക്കിടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറിയെങ്കിലും നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. നല്ല പച്ചക്കറിയും നല്ല പോഷകാഹാര സമൃദ്ധവും ആരോഗ്യകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനാണ് ഈ പ്രോജക്റ്റുകളൊക്കെ വയ്ക്കുന്നത്. പൊകലപ്പാറ ആദിവാസി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൊകലപ്പാറ, പെരിങ്ങൽകുത്ത്, മുക്കുംപുഴ ഉന്നതികളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട എന്നിവ വിതരണം ചെയ്തു. വാഴച്ചൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പൊകലപ്പാറ ആദിവാസി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് രമേശ് അധ്യക്ഷത വഹിച്ചു. വാഴച്ചൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സജി, ഡിവിഷൻ കോർഡിനേറ്റർ രാജീവ്, VSS സെക്രട്ടറി AD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 ദുഃഖാടന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൺവീനർമാരെ തിരഞ്ഞെടുത്തു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കടുത്ത് അധ്യക്ഷനായി. ജനറൽ കൺവീനറായി ഷോജൻ ഡി വിദേയത്തിനെയും ജോയിന്റ് കൺവീനറായി വർഗീസ് കളത്തിങ്ങലിനെയും തിരഞ്ഞെടുത്തു. ഫുഡ് കൺവീനർ ഷാജു വളിയൻ, പബ്ലിസിറ്റി കൺവീനർ പീറ്റർ ആലങ്ങാട്ടുകാരൻ, സെക്രട്ടറി ഷീന തോമസ് തുടങ്ങി 12 കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും കമ്മിറ്റി അംഗങ്ങളുമടക്കം 101 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ മുനിസിപ്പൽ ചെയർമാനോട് ആവശ്യപ്പെട്ടു. രോഗികളും വയോജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ബസ് കാത്ത് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടിന് താൽക്കാലിക ആശ്വാസമായി ഇരിപ്പിടങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് KM ജോസ് ചെയർമാന് കത്ത് നൽകി. പടിഞ്ഞാറ് ചാലക്കുടി ഭസ്മക്കാട്ടുവേട്ടിൽ വിലാസിനിയമ്മ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചാലക്കുടി നായരങ്ങാടി KK റോഡ് തണ്ടാമ്പറമ്പിൽ പരേതനായ നാരായണന്റെ ഭാര്യ ഭവാനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും മറ്റു മുതിർന്ന പൗരന്മാർക്കും വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് പുതിയ ട്രഷറികൾ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. അതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച വനിത കാർഷിക നഴ്സറികൾക്കുള്ള ആനുകൂല്യം വിതരണം ചെയ്തു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി.
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.